EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം എന്താണ്? നിരാമയ എന്ന് പറയുന്ന കമ്പനി ആരുടേതാണ്? EP ജയരാജന്റെ ഉടമസ്ഥതയിലുള്ള വൈദേഹം. ആ വൈദേഹത്തിന്റെ നടത്തിപ്പുകാരൻ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ കമ്പനിയായ നിരാമയാണ്. ഇവർ തമ്മിലുള്ള ബന്ധം എത്രമാത്രം വ്യാവസായിക വാണിജ്യ ബന്ധങ്ങളാണുള്ളത്? EP ജയരാജൻ പറയുന്നു, ഞാൻ ഇതുവരെ രാജീവ് ചന്ദ്രശേഖരനെ കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് നേരിട്ട് കാണണമെന്നൊന്നുമില്ല. ബിസിനസ് ഇടപാടുകൾ നടത്താൻ ആരും നേരിട്ട് കാണണമെന്നൊന്നുമില്ല. ഈ കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയും മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖരനെ LDF കൺവീനർ EP ജയരാജന്റെ വ്യാവസായിക ബന്ധം വളരെ വ്യക്തമായി തന്നെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കാര്യമാണ്. അത് പുറത്തു വന്നിരിക്കുമ്പോഴാണ് അതുകൊണ്ടാണ് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ BJPയുടേത് മികച്ചതാണെന്ന് ജയരാജൻ പറഞ്ഞത്. ഇത് കേവലം ജയരാജന്റെ അഭിപ്രായം മാത്രമായി നമ്മൾ കാണരുത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 69 സീറ്റുകളിലാണ് BJPയുടെ വോട്ട് CPMന് പോയത്. കോൺഗ്രസ് മുക്ത ഭാരതമുണ്ടാകാൻ, ഒരു UDF ഗവൺമെന്റ് ഉണ്ടാകാതിരിക്കാൻ 4% BJPയുടെ വോട്ട് CPMന് പോയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് കിട്ടിയ വോട്ട് 40%. BJPക്ക് കിട്ടിയ വോട്ട് 14 ആയിരുന്നു. ലോക്സഭയിൽ 10 കുറഞ്ഞു. ആ 4% ചെന്നപ്പോൾ LDFന് 44%. 69 സീറ്റുകളിൽ RSSന്റെയും BJPയുടെയും വോട്ട് പോയത് CPMന്. അവര് തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ്. ലാവ്ലിൻ കേസ്, ആ കേസിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി 7ാമത്തെ പ്രതിയാണ്. 39 തവണ ലാവ്ലിൻ കേസ് മാറ്റിവെച്ചു. കരുവന്നൂർ കേസ് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്ന കേസുകൾ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിലുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ മടി കാണിക്കുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി 3 വർഷം ജയിലിൽ കിടന്നു. മുഖ്യമന്ത്രിക്ക് ഒരു നോട്ടീസ് അയക്കാൻ കേന്ദ്ര ഏജൻസികൾ തയ്യാറായില്ല. കാരണം എന്താണ്? മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാരയാണ്. CPMും BJPയും തമ്മിലുള്ള അന്തർധാരയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും മോഡി എന്നൊരു പേര് പറയുന്നുണ്ടോ? അമിത്ഷാ എന്നൊരു പേര് പറയുന്നുണ്ടോ? മോഡി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എല്ലാവരും കണ്ടതാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ്. അതിന്റെ പാലമാണ് CPMും BJPയും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പാലമാണ് EP ജയരാജൻ. EP ജയരാജൻ എന്ന LDF കൺവീനർ CPMും BJPയും തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കുന്നു. അതിൽ നിന്നാണ് ഇത്തരം വാക്കുകളൊക്കെ പുറത്തു വരുന്നത്. CPS സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഒരക്ഷരം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് നാവ് താഴ്ന്നുപോയിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു. കേരളത്തിൽ UDFനെ പരാജയപ്പെടുത്താൻ LDFും BJPയും തമ്മിലുണ്ടായിരിക്കുന്ന രഹസ്യ ബാന്ധവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെതിരായി തിരുവനന്തപുരത്തെ ജനങ്ങൾ പ്രതികരിക്കണം. കേരളത്തിലെ ജനങ്ങൾ പ്രതികരിക്കണം. രാജ്യത്തൊരു മതേതര ഗവൺമെന്റ് ഉണ്ടാകണം. ജനാധിപത്യവും മതേതരത്വവും പൗരാവകാശങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഗവൺമെന്റ് രാജ്യത്തുണ്ടാകാൻ
കോൺഗ്രസിന്റെയും UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. LDF ആരാ വോട്ട് ചെയ്യുന്നത്? തൊഴിലെടുക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാത്ത ഗവൺമെന്റ്, റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റ്, 52 ലക്ഷം വരുന്ന നമ്മൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാത്ത ഗവൺമെന്റ്. ഒരു വികസനവും ഇപ്പൊ മാർച്ച് 31 ആവുകയാണ്. ഇവിടെ വിൻസെന്റ് MLA ഇവിടെ ഉണ്ട്. MLA-മാരോട് ചോദിച്ചാൽ അറിയാം, ഒരു നിയോജക മണ്ഡലത്തിലും ഒരു വികസനവും നടക്കാത്തൊരു കാലഘട്ടം. ബഹുമാനായ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് മുനിവറലി തങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഒരു വികസനവും കേരളത്തിൽ നടക്കുന്നില്ല, ഒരു പുരോഗതിയും കേരളത്തിൽ ഉണ്ടാകുന്നില്ല. നാടിന്റെ പ്രശ്നങ്ങൾ ഒന്നും പരിഹരിക്കാൻ ഇവിടെ താല്പര്യമില്ലാത്തൊരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഈ ഗവൺമെന്റിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തണം. ആ പോരാട്ടത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്നത് ശ്രീ ശശി തരൂരാണ്. ശശി തരൂർ ജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണ്. കേരളത്തിന് ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു നിയോജക മണ്ഡലമാണ് തിരുവനന്തപുരം. അതുകൊണ്ട് ശശി തരൂരിന് വേണ്ടി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഒരു സ്റ്റാൻഡിംഗ് ഒവേഷൻ കൈയടിച്ച് അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള